രാജുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ അച്ഛൻ പേര് പറഞ്ഞോളൂ. ഞാനിരിക്കുന്നില്ല, ദിവ്യയും ദീപകൻ തന്നെ ചെയ്യട്ടെ സാർ. അത് എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്ത് പേരാണ് കുഞ്ഞിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്? ദിബിൻ. ദിബിൻ ദീപക്. കൊച്ചിന്റെ പേര് മാത്രം പറഞ്ഞാ പോരെ? എന്തിനാ എന്റെ പേര് കൂടെ പറയുന്നേ? അങ്ങനെയല്ല ദീപക് സാറേ, കുഞ്ഞിന്റെ നാമം പൂർണ്ണമായിട്ടും പറയണം. ഇല്ല, പറ്റില്ല. കൊച്ചിന് ദിബിനെന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലേ ദിബിനെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എന്റെ പേര് കൂടെ ചേർത്ത് വെച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണ്ട. അവള് കണ്ടുപിടിച്ചിരിക്കുന്ന പേര് കണ്ടില്ലേ? ദിബിൻ. ദിവ്യ ദീപക് ഈ രണ്ട് പേരുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാ ഈ പേരിട്ടത്. അങ്ങനെ എന്റെ പേരുമായിട്ട് സാമ്യമുള്ള പേരിടണ്ട. ഈ കൊച്ചിന്റെ പേരിന്റെ കൂടെ എന്റെ പേര് അങ്ങനെ ചേർക്കേം വേണ്ട. ദീപകേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ പേര് പറയാൻ നോക്കിയേ. ഇല്ല അമ്മാവ, ഞാൻ പറയില്ല. എന്റെ പേര് ചേർത്ത് ഈ കൊച്ചിന്റെ ചെവിയിൽ ഞാൻ പറയില്ല. അതെന്താ കാരണം? ഇത് നിന്റെ കുഞ്ഞല്ലേ? ഇത് എന്റെ കുഞ്ഞൊന്നും അല്ല. ഞാൻ പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവളുടെ കഴുത്തിൽ താലി കെട്ടി പോയതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നതാ. നിങ്ങൾ എല്ലാവരും കൂടി ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചു. ഇനിയിപ്പോ ഈ കൊച്ചിനെ കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാനിനി ഇതിനെ വളർത്തി വലുതാക്കി സ്കൂളിലും വിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമായിരിക്കും. അങ്ങനെ കണ്ടവന്റെ കൊച്ചിനെ വളർത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാ ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ല വേറെ ആരുടെ കുഞ്ഞാണെന്ന് പറയുന്നത്? നീ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ദീപകേ. ഞാൻ ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞതാ. വല്ലവന്റെ കുഞ്ഞിനെ ചുമക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പാവല്ലേ, പോട്ടെ പോട്ടെന്ന് വെച്ചപ്പോ എല്ലാരും കൂടി എന്റെ തലേ കയറി അങ്ങ് നിരങ്ങുവാ. എന്താ ദീപക് ഇത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ? ഇത് എന്റെ കുഞ്ഞല്ല. ഞാൻ പറഞ്ഞാലെന്ന് നിങ്ങൾക്കാർക്ക് മനസ്സിലാവാത്തെ? കണ്ടില്ലേ പ്രതാപ അവൻ പറയുന്നത്? ഇത് അവന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ എല്ലാരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുന്നേ? അവനൊരു എടുത്തുചാട്ടക്കാരനും ദേഷ്യക്കാരനും ആയതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ അവനെങ്ങനെ ക്രൂശിക്കുന്നേ? ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചേച്ചി ടെൻഷൻ ആകല്ലേ? സർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ടായിരുന്നു. അകലേ നോവിനാലേ